Hi friends, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. പപ്പായ വെച്ചിട്ടുള്ളൊരു കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്കുകളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പപ്പായ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള പപ്പായ ഒരു 10-11 പീസ് എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ള ജാറാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പപ്പായ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ബീറ്റ് ചെയ്ത് ഇതുപോലെ വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള പപ്പായ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പപ്പായ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് ബാച്ച് പൊടിയും അതുപോലെ പപ്പായ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി കേക്കിൽ പപ്പായ അരച്ചത് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സാധാരണ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയാൽ മതി. അതിൻ്റെ മാവ് റെഡിയാക്കിയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഫില്ലിംഗ് ആയിട്ട് പപ്പായ കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഇനി നമുക്ക് ഈ മാവ് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അടിയൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയൊരു പീസ് പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു 1-2 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിന് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി
ഞാനിതിൽ നിന്ന് കുറച്ച് ക്രീം അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളറും പിന്നെ ഒരു യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു പപ്പായയുടെ കളറൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മാറ്റി വെച്ച ക്രീമിലേക്ക് ഗ്രീൻ കളർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ കേക്കിന് 2 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്പായ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറാക്കിയേ എടുത്തിട്ടുള്ളൂ കേക്ക്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് ഫ്രീസറിൽ വെക്കുകയാണ്. ഈ ക്രീം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത കോട്ടിങ് കൊടുക്കാം. അപ്പോൾ ഈ ക്രീം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കേക്കിനെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ള ക്രീം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി 2 കളറിലുള്ള ക്രീമും കൂടി ചേർത്തിട്ട് ഇതുപോലൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ പപ്പായ മുറിച്ചതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ പപ്പായ സീഡിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള പപ്പായൊക്കെ നല്ല മധുരമുള്ള പപ്പായയാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തത് കൊണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്